നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എത്ര സന്തോഷത്തോടെ ജീവിച്ചവനായിരുന്നു എന്റെ മോൻ. എന്നാ ഇപ്പൊ രോഹിണി എനിക്ക് സഹിക്കുന്നില്ല. ഒരർത്ഥത്തെ നന്ദന്റെ ഈ അവസ്ഥയ്ക്ക് ദേവിനും പങ്കുണ്ട്. ഞാനും അഞ്ജിതയെ എത്ര എതിർത്തതാ. എന്നിട്ട് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ദേവും കൂടി മുൻകൈ എടുത്തല്ലേ ഈ കല്യാണം നടത്തിയത്. അന്ന് തുടങ്ങിയത് എന്റെ മോന്റെ കഷ്ടകാലം. കല്യാണപ്പന്തലിൽ വെച്ച് തന്നെ കാണിച്ചു തന്നില്ലേ ഓരോരോ അനർത്ഥങ്ങള്. അത് വരാൻ പോകുന്ന ആപത്തിന്റെ സൂചനയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചില്ലല്ലോ. കേട്ടിട്ടില്ലേ വരാനുള്ളത് വഴി തങ്ങില്ലെന്ന്. നന്ദന്റെ ഇഷ്ടത്തിനപ്പുറം ഞാനൊന്നും ചിന്തിച്ചില്ല രോഹിണി. ശരണ്യെ കല്യാണം കഴിച്ച അവൻ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ഒരു മൂഢധാരണ എന്റെ തലയിൽ ഉദിച്ചു. എന്റെ ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയി രോഹിണി. അതിന്റെ ഫലം അനുഭവിക്കുന്നതോ നന്ദനും. സത്യം പറഞ്ഞ നീയേക്കാളും അല്പം കൂടുതൽ ഇഷ്ടം എനിക്ക് ശരണ്യോട് തോന്നിയിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അനുഭവിക്കാൻ അത്രേ നിവൃത്തിയുള്ളൂ. നമ്മളെക്കാളും കൂടുതൽ അനുഭവിക്കുന്നത് നന്ദനല്ലേ ദേവ്. എല്ലാം തകർന്ന് എന്റെ കുഞ്ഞിനെ കാണുമ്പോ എടാ മോനെ, നിന്നോട് എനിക്ക് പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അതാ കുറച്ച് മാറി നിൽക്കാന്ന് വിചാരിച്ചേ. നന്ദൂട്ടാ, മുത്തശ്ശിയെ രസിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ അധികം കഴിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് കമ്പനി തന്ന ഒരു നന്ദൂട്ടിനെ എനിക്കറിയാം. മനസ്സിലെ എല്ലാ കാര്യവും മുത്തശ്ശിയോട് ഷെയർ ചെയ്യുന്ന, അതെന്തു ആവട്ടെ, കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നത് പോലെ ഷെയർ ചെയ്യുന്ന ഒരു നന്ദൂട്ടിനെ എനിക്കറിയാം. ചരണി എന്ന പാവം പെൺകുട്ടിയെ പ്രണയിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടന്ന നന്ദൂട്ടിനെ എനിക്കറിയാം. ആ നന്ദൂട്ടിനെ മുത്തശ്ശിക്ക് ജീവനായിരുന്നു. ആ നന്ദൂട്ടിന്റെ ഒപ്പം എല്ലാ കുസൃതികൾക്കും കൂട്ടുനിന്ന് അവനോടൊപ്പം തോളോടൊത്ത് തോളു നിന്ന് ഓടി നടന്ന മുത്തശ്ശിക്ക് അപ്പൊ പ്രായം 18. പക്ഷെ കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു നന്ദൂട്ടിനെ കണ്ടു. ഒരിക്കലും മുത്തശ്ശി കാണാൻ ആഗ്രഹിക്കാത്ത ഒരു നന്ദൂട്ടിനെ. 18ന്റെ ചുറുചുറുക്കോടെ ഓടി നടന്ന മുത്തശ്ശി പെട്ടെന്ന് പടുവാർദ്ധക്യം ബാധിച്ച് ഒന്ന് എഴുന്നേക്കാൻ വയ്യാണ്ട്, ഒന്ന് സംസാരിക്കാൻ പറ്റാതെ അങ്ങ് ഇരുന്നു പോയി. മുത്തശ്ശി ഒന്നും മനഃപൂർവ്വമല്ല, സംഭവിച്ചു പോയി. മനെ നന്ദൂട്ടാ, നിനക്ക് എന്ത് പറ്റിയടാ? ഇത്രയ്ക്ക് ബോധമില്ലാതെ കുടിക്കാൻ മാത്രം എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അസാധാരണമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരു പരിചയപോലുമില്ലാത്ത ആൾക്കാര് എന്നെ എന്റെ ഭാര്യയെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ട് പോകുന്നു. എല്ലാം കൂടെ കേട്ടപ്പോ മനസ്സിന്റെ പിടിവിട്ടുപോയി മുത്തശ്ശി. നന്ദൂട്ടൊരു കാര്യം അറിയോ? എടാ, ഒരു പാവം പെണ്ണാ ശരണ്യ. കരയാത്തൊരു ദിവസം ഉണ്ടോ അവള്? വന്ന അന്ന് മുതൽ നിന്റെ അമ്മയും പെങ്ങളും കൂടി അവളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുക. അവള് നല്ല ഗുണബുദ്ധി പിറന്ന പെണ്ണായതുകൊണ്ട് ഇതെല്ലാം സഹിക്കുക. ആ പാവം എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നിന്റെ ജീവനെ തുണ്ടി സ്നേഹിച്ചതോ? അതിനുള്ള സമ്മാനമാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എനിക്ക് നിന്നോട് ലജ്ജ തോന്നുവാ. മുത്തശ്ശി ആദ്യമായിട്ടാ നന്ദൂട്ടി ഇങ്ങനെ വെറുത്തു പോകുന്നത്. ഇത് പറയുമ്പോഴേ ഈ മുത്തശ്ശിയുടെ ഹൃദയം പെടയുക. മുത്തശ്ശി എന്നൊന്ന് മനസ്സിലാക്ക. ഞാൻ അനുഭവിക്കുന്ന വേദന ഒന്ന് മനസ്സിലാക്ക. ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്റെ വേദനയുടെ കാരണവും എനിക്കറിയാം. എന്നാ ഞാനൊന്ന് ചോദിച്ചോട്ടെ നന്ദൂട്ടാ, ആ നടന്ന സംഭവത്തിന്റെ നിജസ്ഥിതിയെ കുറിച്ച് നീ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നിജസ്ഥിതി എന്ന് പറയുമ്പോ മുത്തശ്ശി എന്താ ഉദ്ദേശിക്കുന്നത്? ഓനെ, ആ ഗാർമെന്റ്സില്
ആ സംഭവം നടക്കുമ്പോ ദിയയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് നീ ശ്രദ്ധിച്ചോ? അവളുടെ ഏറ്റവും വലിയ ശത്രുവായ നന്ദിതയുടെ ഗാർമെന്റ്സിൽ അവൾ എന്തിനാ അവിടെ പോയത്? നീ അതിനെക്കുറിച്ച് ചിന്തിച്ചോ? എല്ലാം ഒരു ട്രാപ്പായിരുന്നടാ മോനെ. നന്ദിതയുടെ കുടുംബം തകർക്കുക, അതുവഴി നിന്നെ തകർക്കുക. ആരോ കളിച്ച കളിയിൽ നീയും വീട് പോയില്ലേടാ നന്ദൂട്ട. നോക്ക്, ഒരു ജീവശവം പോലെയാണ് നിന്നെ മാത്രം സ്നേഹിക്കുന്ന ആ പാവം പെണ്ണിവിടെ ജീവിക്കുന്നത്. ആ പാവത്തിന്റെ അവസ്ഥയ്ക്ക് ഞാനൊരു കാരണമായല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് കുറ്റവും തോന്നുന്നുണ്ട് നന്ദൂട്ട. മുത്തശ്ശി, ഞാനൊരാണാ. എന്റെ മുഖത്ത് നോക്കി എന്റെ ഭാര്യയുടെ അമ്മയെപ്പറ്റി കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുമ്പോ പ്രതികരിച്ചു പോവും. എന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യും. പറയുന്നത് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും അത് പറയിപ്പിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടല്ലേ. ഈ കാരണം കൊണ്ട് എന്റെയും ശരണ്യയുടെ ഇടയിലെ സ്നേഹം ഇല്ലാതായാലും അത്ഭുതപ്പെടാനില്ല മുത്തശ്ശി. ഓ, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം തള്ളിക്കളയാൻ വരെ പറ്റുന്നുണ്ടല്ലോ എന്റെ നന്ദൂട്ടന്. നീ ഓർക്കുന്നുണ്ടോടോ നന്ദൂട്ട? നീ അവളെ പ്രണയിക്കാൻ പുറകെ നടന്ന കാലം. നീ അവളിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോ അവള് നിന്നിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്നറിയോ? ഒരു വലിയ വീട്ടിലെ ചെറുക്കനെ സ്വന്തമാക്കാനുള്ള ശേഷി അവക്കില്ലെന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാ. എടാ നന്ദൂട്ട, അവളൊരു പാവല്ലേടാ. അവളുമായിട്ടുള്ള നിന്റെ കല്യാണത്തെ നിന്റെ അച്ഛനും അമ്മയും സഹോദരിയല്ല നഖശിഖാന്ത എതിർത്തപ്പോ ഈ മുത്തശ്ശിയല്ലേ അത് നടത്തി തന്നത്? ആരുടെ എതിർപ്പിനെ ഈ മുത്തശ്ശി വകവച്ചില്ലല്ലോ. കാരണം മുത്തശ്ശിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവളെ കണ്ടപ്പോ, അവളെ അടുത്തറിഞ്ഞപ്പോ എന്റെ നന്ദോട്ടിനോട് തോന്നുന്ന അതേ ഇഷ്ടം ഈ മുത്തശ്ശിക്ക് അവളോടും തോന്നി. മുത്തശ്ശി, എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റിയെന്ന്. ശരണ്യോടുള്ള എന്റെ സ്നേഹം ഇപ്പൊ നഷ്ടപ്പെടുമെന്ന എന്റെ പേടി. നഷ്ടപ്പെടാനോ? ഏയ്, അങ്ങനെ സംഭവിക്കില്ല നന്ദൂട്ടാ. എടാ, അവക്ക് നീയല്ലേ ഉള്ളൂ, നീ മാത്രം. അവിടെ നെഞ്ചു പെടയുമ്പോ, അവിടെ കണ്ണു നിറയുമ്പോ ഈ മുത്തച്ഛന്റെ ഹൃദയം പെടയും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂടാ, പക്ഷെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ മദ്യത്തെ കൂട്ടുപിടിക്കുക അല്ലടാ വേണ്ടത്. നിനക്ക് കള്ളു കുടിക്കാൻ തോന്നുമ്പോ വീട്ടിലിരുന്ന് കള്ളു കുടിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടാനാ മുത്തശ്ശി നിന്റെ കൂടെ കൂടുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കുടി അത് നാശത്തിലെ അവസാനിക്കും മോനെ. എടാ നന്ദൂട്ടാ, അപവാദങ്ങൾ പലതും കേട്ടെന്നിരിക്കും. അപ്പോ മദ്യത്തെ കൂട്ടുപിടിക്കല്ല വേണ്ടത്.